അസ്സലാമു അലൈക്കും ഫ്രണ്ട്സ്. ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നത് ഫസ്റ്റ് ടൈമാണ്, ആദ്യമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ മുന്നിൽ വന്നതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സംഭവം അങ്ങനെയൊന്നല്ല, വളരെ സിമ്പിളായിട്ട് ഒരു കുക്കിംഗ് ചെയ്യുന്നൊരു വീഡിയോ ആയിട്ടാണ് വന്നത്. അപ്പോൾ ഇത് ഞാനൊന്ന് ട്രൈ ചെയ്ത് തരാം. ഇത് ആർക്കും വളരെ സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കാൻ പറ്റും, കൊച്ചുകുട്ടിയൊക്കെ വീട്ടിലുണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് കിടക്കാം. അപ്പോൾ അതിൻ്റെ ചേരുവകൾ എന്തെല്ലാമെന്ന് നിങ്ങൾക്ക് ഞാൻ പരിചയപ്പെടുത്തരാം. ഓക്കെ, ഡെൻ കാണാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്ന ഡിഷിൻ്റെ ചേരുവകളാണ് ഇപ്പോൾ ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഡിഷ് ഉണ്ടാക്കുമ്പോൾ മനസ്സിലാവും ഇതിൽ ഇത്ര ആവശ്യമുണ്ടോ ഇല്ലെന്നുള്ളത്. ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരാം. ഇപ്പോൾ ഞാനിപ്പോൾ കുറച്ച് കൂടുതലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ 4 കുഴപ്പമില്ലാത്ത ഒരു മീഡിയം സൈസിലുള്ള ഉരുളക്കിഴങ്ങ്, 4 ഉരുളക്കിഴങ്ങ്, 5 മുട്ട, ഓക്കെ. പിന്നെ 2 ഉള്ളി, ഒരു മീഡിയം സൈസ് ഉള്ളിയും അതിൽ കുറച്ച് ചെറിയ ഉള്ളിയും, ഓക്കെ. 2 ഉള്ളി. പിന്നെ എന്ന് പറഞ്ഞാൽ പെപ്പർ, മുളക് പൊടി, ഗരം മസാല. ഈ ഗരം മസാലയും മുളക് പൊടിയും 1/4 ടീസ്പൂണാണ് വേണ്ടത് കേട്ടോ. പെപ്പർ 1/2 ടീസ്പൂൺ, ഓക്കെ. പിന്നെ ആവശ്യത്തിന് ഉപ്പ്, ഓക്കെ. പിന്നെ ഉള്ളത് ഈ കട്ട് ചെയ്ത് വെച്ച മുളകാണ്. ഇതായത് ചുവന്ന മുളകും പച്ചമുളകും, ഇത് രണ്ടും കട്ട് ചെയ്ത് അരിഞ്ഞ് വെക്കുക. പിന്നെ ഉള്ളത് 3 ലീഫ് പുതിനച്ചപ്പും കുറച്ച് കൊറിയാണ്ടർ, അതായത് മല്ലിച്ചപ്പും, ഓക്കെ. അപ്പോൾ ഇനി ഉണ്ടാക്കുന്ന വിധം നിങ്ങൾക്ക് കാണിച്ചു തരാം. വെയിറ്റ് ആൻഡ് സീ. അപ്പോൾ ഞാനൊരു പൊട്ടാറ്റോ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിനൊന്ന് ജസ്റ്റ് ഒന്ന് നമുക്ക് ഷേപ്പാക്കി എടുക്കുക. കാരണം വെച്ചാൽ കട്ടിങ്ങിൻ്റെ ഒരു എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഷേപ്പാക്കി എടുത്തിട്ട് നമുക്ക് സ്ലൈസ് ആയിട്ട് അത് കട്ട് ചെയ്യാം. എന്നിട്ട് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് മറ്റുള്ള സാധനം 4 പീസായിട്ട് 4 കോണായിട്ട് കട്ട് ചെയ്യുക. ഏകദേശം ട്രയാങ്കിൾ മോഡലിൽ കട്ട് ചെയ്ത് വെക്കുക. അങ്ങനെ എല്ലാ പൊട്ടാറ്റോ എടുക്കുക, ഇതേപോലെ കട്ട് ചെയ്ത് വെക്കുക. അപ്പോൾ ഞാൻ പൊട്ടാറ്റോ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ലെവലിലാണ് കട്ട് ചെയ്തേണ്ടത്. എന്നിട്ട് അതൊരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. എന്നിട്ട് നെക്സ്റ്റ് നമ്മൾ ഉള്ളി മുറിക്കുക. ഉള്ളി ഈ സ്ലൈസാക്കി കട്ട് ചെയ്ത് അപ്പോൾ ഉള്ളിയും കട്ടി വെച്ചിട്ടുണ്ട്. നേരത്തെ പൊട്ടാറ്റോ വേറെ പ്ലേറ്റിലിട്ടു, ഇപ്പോൾ ഉള്ളി വേറൊരു പ്ലേറ്റിലിട്ട് വെക്കുക. എന്നിട്ട് ഞാനൊരു ഓയിൽ ഒഴിക്കുക, ഒരു ഫ്രൈ പാനിൽ ഓയിൽ ഒഴിച്ച് അതിന് മുകളിൽ പൊട്ടാറ്റോ ഇടുക. പൊട്ടാറ്റോ ഇട്ട് ഏകദേശം 10 മിനിറ്റ് വേവിച്ചതിന് ശേഷം ഞങ്ങൾ കട്ട് ചെയ്ത് വെച്ച ഓണിയൻ അതിൽ ഇടുക. ആ ഓണിയൻ ഇട്ടതിന് ശേഷം ഞങ്ങൾ കുറച്ചും ഒന്ന് ഫ്രൈ ചെയ്തിട്ടിടുക. ഒരു 5 മിനിറ്റ്, അതായത് ഓണിയൻ ജസ്റ്റ് ഒന്ന് വാടുന്ന വരെ വെക്കുക. എന്നിട്ട് പിന്നെ ഫിൽറ്ററിലേക്ക് മാറ്റുക, അതായത് ഓയിൽ അടിയിലേക്ക് പോകണം. അങ്ങനത്തെ ഒരു ഫിൽറ്റർ ടൈപ്പിൽ, ഒരു അരിപ്പ ടൈപ്പിലേക്ക് ഞങ്ങൾ ഫ്രൈ ചെയ്ത് വെച്ച ഓണിയനും പൊട്ടാറ്റോ മാറ്റി വെക്കുക, ഓക്കെ. അപ്പോൾ ഇനി നമ്മൾ അവസാനമായിട്ട് നമ്മളെ മുട്ട എടുക്കുക. മുട്ട ഒരു ബോളിലേക്ക് മാറ്റുക. ഒരു 4 or 5 മുട്ട, നിങ്ങൾക്ക് 4 ആണെങ്കിൽ 4 എടുക്കുക, 5 ആണെങ്കിൽ 5 എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 5 മുട്ടയാണ്. 5 മുട്ട ബോളിലേക്ക് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച ഐറ്റംസ്, അതായത് പിന്നെ കുരുമുളക്, മുളക് പൊടി, ഗരം മസാല, അത് എല്ലാം ഈ മുട്ടയിലേക്ക് ഇടുക. അതിനുശേഷം ഞങ്ങൾ പിന്നെ പച്ചമുളകും ചുവന്ന മുളകും 2 അരിപ്പ് കട്ട് ചെയ്ത് വെച്ചത്, പിന്നെ മല്ലി പുതിന അത് ഇടുക. അതിനുശേഷം ഞങ്ങൾ കംപ്ലീറ്റ് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. അതായത് ഉപ്പ് ഇട്ടതിന് ശേഷം നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. സോട്ട് ചെയ്തതിന് ശേഷം ഞങ്ങൾ ഏകദേശം റെഡിയായെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ നേരത്തെ റെഡിയാക്കി വെച്ച പൊട്ടാറ്റോ ഓണിന് എഗ്ഗിലേക്ക് ഇടുക. എഗ്ഗിലിട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം ഇട്ടിട്ട് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. നല്ലോണം ഇളക്കി എടുത്തതിന് ശേഷം നല്ലോണം ഇളക്കുക. ഒരു 1-2 മിനിറ്റ് നല്ലോണം ഇളക്കിയതിന് ശേഷം കംപ്ലീറ്റ് അത് മിക്സ് ആയിട്ട് അതിന് ശേഷം നമ്മൾ ഫ്രൈ പാൻ എടുക്കുക. അതിൽ ഓയിൽ ഇടുക. ഓയിലിൻ്റെ മുകളിൽ ഇത് കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. അതായത് നമ്മൾ ഈ 5 മുട്ടിൻ്റെ കംപ്ലീറ്റ് ആയിട്ട് ഒഴിക്കുക. ഫ്രൈ പാൻ നിറച്ച് വെക്കുക. ഇത് നിങ്ങൾ ഒട്ടിപ്പോകുന്നുള്ളത് പേടി വേണ്ട, അങ്ങനെ സംഭവിക്കില്ല. അങ്ങനെ ഓയിൽ ഒഴിച്ചതിന് ശേഷം ഇട്ട് കഴിഞ്ഞാൽ ഒരു കുഴപ്പമുണ്ടാവില്ല. അപ്പോൾ തിരിച്ച് മറിച്ച് ഇട്ടതിന് ശേഷം ഒരു പ്ലേറ്റിലേക്ക് മാറ്റി നിങ്ങൾക്ക് എങ്ങനെ വേണ്ടതെന്ന് വെച്ചാൽ ആ രൂപത്തിൽ നിങ്ങൾ കട്ട് ചെയ്തെടുക്കുക. ട്രയാങ്കിൾ ആണെങ്കിൽ ട്രയാങ്കിൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഇഷ്ടപ്പെട്ട സ്ക്വയർ ആണെങ്കിൽ സ്ക്വയർ, നിങ്ങൾക്ക് ഏത് രൂപത്തിൽ ഇഷ്ടപ്പെട്ട രൂപത്തിൽ കട്ട് ചെയ്തെടുക്കുക. പക്ഷേ ഇത് വളരെ നല്ല ഡിഷായിരിക്കുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തായാലും നിർബന്ധമായി ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. നിങ്ങളുടെ സ്വന്തം റാഷിദ്. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വളരെ സിമ്പിളായിട്ട് ആർക്കും വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. ഇത് ഏത് പേരും അതിലിടാം. അതുകൊണ്ട് പേരിനൊരു പിന്നെ പ്രസക്തിയില്ല. നിങ്ങൾ ഉണ്ടാക്കുന്ന ഡിഷ് നിങ്ങൾ നോക്കുക, ട്രൈ ചെയ്ത് നോക്കുക, ടേസ്റ്റ് നോക്കാം. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ഇനിയും ഞാൻ വീഡിയോ ആയിട്ട് മുന്നോട്ട് വരും. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക, പ്രോത്സാഹിപ്പിക്കുക.